ഇസ്തിഗ്ഫാലിക്ക താങ്കളുടെ പ്രവർത്തനത്തിൽ. കാല അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിനെ ഞാൻ ശരണം തേടുന്നു. നുസീബ അലൽ മസ്തരി, മസ്തർ എന്ന നിലക്കാണ് അതിന്മേൽ എന്ത് ചെയ്തു, അതിനെ നെസ്ബിന്മേൽ ആക്കിയത്, നെസ്ബ് ചെയ്യപ്പെട്ടത് മസ്തർ എന്നുള്ള നിലയ്ക്ക്. വ ഉദീഫ ഫീലു, അതിൻ്റെ ഫീൽ എന്തായി കളഞ്ഞു. വ ഉദീഫ ഇലൽ മഫൂലി, മഫൂലിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പം അഊദു ബില്ലാഹി മആദൻ എന്നർത്ഥം. ഒരു അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അപ്പം എന്നിട്ട് മഫൂലായ അള്ളാഹുലേക്ക്, അഊദു ബില്ലാഹി ആണല്ലോ, അപ്പം അതിന് അള്ളാഹുലേക്ക് ഇലാഫത്ത് ചെയ്താണ്. അതായത് അഊദു ബില്ലാഹി, ഞാൻ കാവൽ തേടുന്നു അള്ളാഹുവിനോട്, മിൻ അൻ നഅഖുദ, നാം പിടികൂടുന്നതിനെ തൊട്ട്, ഇല്ലാമം വജതിന മതാഅന ഇൻദഹു, ഇല്ലാമം ഒരുത്തനെ അല്ലാതെ, വജതിന നാം പിടികൂടി, മതാന നമ്മളുടെ ചരക്കിനെ, അതായത് അളവ് പാത്രത്തെ, ഇൻദഹു അവൻ്റെ അടുക്കൽ. അപ്പോൾ ആരുടെ അടുക്കൽ വെച്ചാണ് നമ്മുടെ അളവ് പാത്രം കിട്ടി, അവനല്ലാതെ വേറൊരാളെ പിടികൂടലിന് തൊട്ട് അള്ളാഹുവിനാണ് ഞാൻ കാവലിനെ തേടുന്നു. ലം യകുൽ മൻ സറക്ക, മോഷ്ടിച്ചെന്ന് പറഞ്ഞില്ല. വജദിന ഇൻദഹു വജദിന മതാഅന എന്നുള്ളൂ പറഞ്ഞു, അല്ലാതെ എന്താണ് മൻ സറക്ക മതാഅന എന്നൊന്നും പറഞ്ഞില്ല. അതെന്താണ്, തഹറുസൻ മിനൽ കദിബി, കളവിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി. കാരണം ഇത് മോശനല്ലല്ലോ, ഇതിപ്പോൾ തന്ത്രപരമായിട്ട് നടത്തിയതല്ലേ, മോശനല്ലല്ലോ. അവർ പറഞ്ഞത് അവരെ മോശനാണെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈയസരിക്ക് ഫഖദ് സറഖഹുല്ലഹു മിൻ ഖബൽ എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ വേർന്നുണ്ട്, നമ്മൾ പറഞ്ഞില്ല, ഈയസരിക്ക് എന്ന് പറഞ്ഞു, ഇന്നിടുന്നത് എന്താണ്, ഉറപ്പില്ലാത്തതിനാകുമ്പോൾ ഇന്നും ഇതാ ഇടുന്നത് ഉറപ്പുള്ളതിനുമാണ്. അപ്പം എന്നിട്ടും തങ്ങളുടെ സഹോദരനായ ബിന്യാമിൻ മോഷ്ടിക്കുമോ എന്നവർക്ക് എന്നിട്ടും വലിയൊരു ഉറപ്പില്ലായിരുന്നു. കാരണം അവർ വിശ്വാസമുണ്ട്, ബിന്യാമിനോട് അസൂയം സംഗതിയൊക്കെ ഉണ്ടാവില്ലയോ. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അത്ര ഉള്ള എന്തായാലും അസൂയില്ലെങ്കിലും ബിന്യാമിൻ മോഷ്ടിക്കും എന്നുള്ള വിഷയത്തിൽ അവർക്ക് ഒരു വലിയ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാവാം ഈ അസ്രിക്ക് എന്നുള്ള പ്രയോഗമാണ് അവിടെ ഉള്ളത്. എന്താവട്ടെ, ഇവിടെ ഇപ്പം അങ്ങനെയാണ്. ഇതൻ അങ്ങനെ നമ്മൾ ചെയ്താൽ അല്ലേ, ഇൻ അഹദ്ന, ഇതെന്ന് വെച്ചാൽ ഇൻ അഹദ്ന വൈറഹു, ഇവന് പകരം വേറൊരാളെ നമ്മൾ പിടികൂടിയാൽ നമ്മൾ ലവാലിമൂൻ, അക്രമികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അടിക്കില്ല. ഫലം ഇസ്തയസു എന്ന് വെച്ചാൽ അവർ നിരാശരായപ്പോൾ, മിൻഹു യൂസുഫ് നബി അലൈഹി സ്വലാമിന്, ഈ അസീസിൻ്റെ അടുക്കൽ ഒരു കാര്യം രക്ഷയില്ല, അസീസ് എടുത്തപടി നടപ്പിലാക്കും എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഹലസു ഈ തസലു, അവരവിടെ നിന്നായി മാറി. നജിയ എന്ന് വെച്ചാൽ അത് മസ്തറാണ്. യസ്ലഹുലിൽ വാഹിദി വഗൈരിഹി, മസ്തറാവുമ്പോൾ എന്താണ്, ഏകവചനത്തിനും ഏകവചനം അല്ലാത്തിനും പറ്റും. അതായത് യുനാജി ബാലുഹും ബാല, എന്താണ് യുനാജി എന്ന് വെച്ചാൽ രഹസ്യം പറഞ്ഞിട്ട്. അപ്പം അടക്കം പറഞ്ഞ് മെല്ലെ മെല്ലെ ആളുകളെന്ത് ചെയ്യുക, അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അപ്പം ഹലസു, അവർ രക്ഷപ്പെട്ടു, അതായത് അവിടെ നിന്ന് ഒഴിവായി. ഹലസു രക്ഷപ്പെട്ടു എന്ന് വേണ്ട, അവിടെ ഒഴിവായി. നജിയ അടക്കം പറഞ്ഞിട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരോട് എന്തെല്ലാം പറഞ്ഞ് ഇങ്ങനെ. കാല കബീർ, അങ്ങനെ അവർ അതിൽ വലിയ ആൾ പറഞ്ഞു, സിന്നൻ പ്രായത്തിനാൽ, റൂബിയിലാണ് മൂത്ത മകൻ, അല്ലെങ്കിൽ റഇയൻ, അല്ലെങ്കിൽ എന്താണ് വലിയ ആൾ എന്നുള്ള ഉദ്ദേശം എന്താണ്, റഇയാണ്, കുറച്ച് കൂടുതൽ വീക്ഷണ പാഠമൊക്കെ ഉള്ള ആൾ. അതാരാണ്, യഹൂദാണ്. റൂബിയിലാണോ യഹൂദയാണോ മൂത്ത എന്നുള്ള ഖിലാഫുള്ള വിഷയമാണ്. എന്തായാലും കുറച്ചും കൂടെ പാഠങ്ങളൊക്കെ ഉള്ളത് യഹൂദയാണ്, അല്ലെങ്കിൽ പ്രായമാണെങ്കിൽ റൂബിയിലാണെന്നാണ് ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ വലിയ ആൾ, പ്രായത്തിനാലോ അല്ലെങ്കിൽ കാഴ്ചപ്പാടിനാലോ കൂടുതൽ കാഴ്ചപ്പാടുള്ള ആൾ എന്തോ ആട്ടെ പറഞ്ഞു അവരോടായിട്ട്. അലെന്തായാലും നിങ്ങൾക്ക് അറിയില്ലേ, അഭാഗം നിങ്ങളുടെ പിതാവ് അഹദ അലൈക്കും മൗസിക്ക, നിങ്ങളുടെ മേലെ ഒരു കരാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അഹദ് ഒരു കരാർ മിനല്ലാ, അള്ളാഹുവിൽ നിന്നും, അല്ലെ, ഫി അഖീഖ് നിങ്ങളുടെ സഹോദരനായ ബിന്യാമിൻ്റെ വിഷയത്തിൽ. ഒമീൻ കബലു, ഇതിൻ്റെ മുമ്പ് ഫറത്തും ഫി യൂസുഫ്, ഫറത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ അല്ലാതെ അങ്ങോട്ട് ഓവറാക്കിയിരുന്നു യൂസുഫിൻ്റെ വിഷയത്തിൽ. യൂസുഫിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് യൂസുഫിനെ നമ്മൾ അപായപ്പെടുത്തിയില്ലേ. വക്കീല മസ്തരിയ, ഒരഭിപ്രായമുണ്ട് ആ എന്താണ് മസ്തരിയത്താണ് എന്ന്. അപ്പം മുബത്തതായിട്ടാണ് വരിക. ഫറത്തും അല്ലെ, ഒമിൻ കബുലു ഫറത്തും, നിങ്ങളുടെ തഫ്രീത്താകുന്നത് യൂസുഫിൻ്റെ വിഷയത്തിൽ. അപ്പം അതിൻ്റെ ഖബറോ മിൻ കബുലു എന്നുള്ളതായിരിക്കും. അപ്പം നിങ്ങളുടെ തഫ്രീത്താകുന്നത് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന്. യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയത് ആ സംഗതി മുമ്പ് ഉണ്ടായിട്ടുണ്ട് താനും. ഇപ്പോൾ ആണെങ്കിൽ ബിന്യാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ചയൊന്നും വരുത്തിയില്ല, പക്ഷെ നിങ്ങൾ കരാർ വാങ്ങിയിരുന്നു. അപ്പം ബിന്യാമിൻ ആകെ അപായത്തിലാണുള്ളത് താനും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫലൻ അബ്രഹ, അതുകൊണ്ട് ഞാൻ ഫലൻ അബ്രഹ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിക്കോളാം. ഫലൻ അബ്രഹ, ഞാനിവിടെ തന്നെ ആയിക്കോളാം. ഫലൻ അബ്രഹ ഉഫാരിക്കുൽ അർള, മുഫ്സിർ അങ്ങനെ സങ്കല്പിച്ചു കൊടുത്തു. അതായത് ഈ ഭൂമിയെ, അർള മിസ്റിൻ്റെ ഭൂമിയെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല എന്ന്. ഫലൻ അബ്രഹ, ഞാൻ ആയിക്കൊണ്ടേയിരിക്കും. ഉഫാരിഖ്, വിട്ട് അല്ലെ, മുഫാറക്കത്തായിക്കൊണ്ടേയിരിക്കും. അല്ല, ഫലൻ അബ്രഹ ഉഫാരിക്കു അല്ല,
ഫലൻ അബ്രഹ എന്ന് വെച്ചാൽ ഉഫാരിക്കിൽ അർള എന്നാണ് വായിക്കേണ്ടത്. ഫലൻ അബ്രഹ ഞാൻ ആയിക്കൊണ്ടേയിരിക്കും അല്ലറ ഈ ഭൂമിയിൽ. അതായത് ഫലൻ ഉഫാരിക്ക് ഞാൻ ഉഫാരിക്ക ഞാൻ തീർച്ചയായും വിട്ട് പിരിയുകയില്ല, മാറിപ്പോവുകയില്ല ഈ ഭൂമിയിൽ നിന്ന്. ഇവിടം വിട്ട് ഞാൻ പോവുകയില്ല. ഹത്തായി എതനിലി അബി എനിക്ക് എൻ്റെ പിതാവ് സമ്മതം നൽകുന്നിടം വരെ ബിൽ ഔദത്തിലെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങാൻ നിങ്ങൾ പോയിക്കോ, ഞാനില്ല എന്നാര് പറഞ്ഞു? ഇദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇല്ല, നിങ്ങൾ പോയിക്കോ. അല്ലെങ്കിൽ എന്താണ് യഹ്കും അള്ളാഹുലി അള്ളാഹു എനിക്ക് വിധിക്കട്ടെ, എനിക്ക് അനുകൂലമായിട്ട് ബി ഹലാസി അഹി അള്ളാഹ് എങ്ങനെ വിധിക്കുന്നത്? എൻ്റെ സഹോദരൻ രക്ഷപ്പെടൽ കൊണ്ട്. അല്ലെങ്കിൽ ഇലാടെ അർത്ഥത്തിൽ എൻ്റെ സഹോദരൻ രക്ഷപ്പെടുന്നോടം വരെ, എൻ്റെ പിതാവ് എനിക്ക് സമ്മതം നൽകുന്നോടം വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയും അപ്പോൾ വീട്ടാലാണ് നല്ല. കാരണം ഹത്തായി അതൻലി എന്ന് പറഞ്ഞു. ഒന്നുകിൽ പിതാവ് സമ്മതം നൽകുക, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മോചിതനാവുക. എന്തെങ്കിലും ഉണ്ടാകുന്നോട്ട് പറഞ്ഞാൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടാ. ഖൈറുൽ ഹാക്കിമീൻ അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനാണ്, അവരിലേറ്റവും നീതി നടപ്പാക്കുന്നവനാണ്. ഇർജിയോ നിങ്ങൾ പോയിക്കോ, ഇലാബിക്ക് നിങ്ങൾ മടങ്ങിക്കോ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക്. ഫക്കൂലു എന്നിട്ട് നിങ്ങളുടെ പിതാവിനോട് പറയും, യാബാന ഞങ്ങളുടെ പിതാവേ, ഇന്നബനക്ക് സറക്ക് താങ്കളുടെ മകൻ മോഷ്ടിച്ചിട്ടുണ്ട്. വമാ ഷഹിദിന അലിഹി നാം സാക്ഷി നിൽക്കുന്നില്ല ഇല്ലാ ബിമാ അലിംന ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒന്നല്ലാത്തത് കൊണ്ട്. തയക്കുനൻ ഒരറപ്പ് എങ്ങനെ മീൻ മുഷാഹദത്തി സായി എങ്ങനെ അതിൻ്റെ അടയാളം കണ്ടല്ലോ, ആ സാ അളവാത്രത്തെ ഞങ്ങൾ കാണലിനാൽ ഫി രിഹിലിഹി അവൻ്റെ ഒട്ടകട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ പാണ്ഡത്തിലായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഈ ഉറപ്പുള്ളത് കൊണ്ടല്ലാതെ ഞങ്ങൾ സാക്ഷി നിൽക്കുന്ന ഉറപ്പാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് താങ്കളുടെ മകൻ. ഒമാക്കുന്ന ലിലു ഗൈബി ഞങ്ങൾ കാണാത്തതിനെ പറ്റി, അദൃശ്യമായതിനെ പറ്റി, ലിമാ ഗോബാന്ന ഞങ്ങളെ തൊട്ട് മറിഞ്ഞതിനെ പറ്റി, ഹീന ഏതായിൽ മൗസിക്ക് നൽകുന്ന വേളയിൽ അല്ലേ, മൗസിക്ക് നൽകുന്ന അതായത് കരാറ്, പിതാവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടല്ലോ, ആ പിതാവിന് വാക്ക് കൊടുത്തല്ലോ. അപ്പം വാക്ക് കൊടുത്ത വേളയിൽ ഞങ്ങൾക്ക് ഗോയിബായതിനെ സംബന്ധിച്ച് ഞങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ എന്ന്. അപ്പം ഞങ്ങൾക്ക് മറിഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ നോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഇങ്ങനൊരു സംഗതി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ? ഇല്ലല്ലോ പിതാവേ എന്ന് പറയണം. വലോ അലിമിനെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്നഹു യസ്രിക്കും അവൻ മോഷ്ടിക്കുന്നെങ്ങാനും മനസ്സിലാക്കുന്നില്ല നഹുദു ഞങ്ങളാ കരാറ് സ്വീകരിക്കുകയില്ലായിരുന്നു, ഞങ്ങളാ കരാറ് നടപ്പാക്കില്ലായിരുന്നു എന്ന് പിതാവിനോട് പറയണം. എന്നിട്ട് വസ് അലിൽ കറിയ ആ കറിയത്തിനോട് ചോദിക്കണം. അല്ലത്തി എങ്ങനെയുള്ള കുന്നാ ഫിഹ നമ്മളുണ്ടായിരുന്ന വസ് അൽ പിതാവെ താങ്കൾ ചോദിക്കണം അൽ കറിയത്തിനോട് ഗ്രാമത്തിനോട്. ഗ്രാമം എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ്? നാട്ടുകാരോട്, നാട്ടിലുള്ള ആളുകൾ. അല്ലാതെ എങ്ങനെയുള്ള കുന്നാ ഫിഹ ഞങ്ങൾ അവിടെയായിരുന്നു. ഹിയ മിസ്ർ അത് മിസ്റാണ്. അതായത് അർസില്ല അഹ്ലിഹ അതായത് ഉദ്ദേശിക്കുന്നത് ആ മിസ്റിൽ താമസിക്കുന്ന ആളുകളോട് ചോദിക്കണം, ആളുകളിലേക്ക് ആളെ വിടണം. എന്നിട്ട് ഫസ് അൽഹും എന്നിട്ട് താങ്കൾ താങ്കൾ ഈ ദൂതം മുഖേന അവരോട് ചോദിക്കണം എന്താ പറ്റിയെന്ന്. എൻ്റെ മോന് താങ്കളുടെ ഇളയ മോൻ മോഷ്ടിച്ചല്ലോ, സത്യമാണോ നിങ്ങൾ ചോദിച്ചോ. വൽ ഈറ പിന്നെ ആരോടും ചോദിക്കുക? വൽ ഈറ യാത്രാ സംഘത്തോട്, അതായത് അസ്ഹാബിൽ ഈറിൻ്റെ ആളുകൾ, യാത്രയുടെ ആളുകൾ. അല്ലാത്ത എങ്ങനെയുള്ള അക്ബൽ ന ഫിഹ ഞങ്ങൾ മുന്നിട്ടു അവരുടെ കൂട്ടത്തിലായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതായത് ഞങ്ങളുടെ ഒപ്പം കുറച്ച് വേറെ ആൾക്കാരുണ്ടായിരുന്നു. വഹും അതാരാണ് കൗമുമിൻ കൻആൻ എന്ന പ്രദേശം സമീപ പ്രദേശമാണല്ലോ. കൻആനിലുള്ള ആൾക്കാരാണല്ലോ യാക്കൂബ് നബി. അപ്പം കൻആനിൽ തന്നെയുള്ള വേറെ ചില ആളുകളാണ്. അപ്പം അവരോട് നിങ്ങൾ ചോദിച്ചു വൈനാല സാധിക്കും തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവർ തന്നെയാണ് ഫീക്കല്ല ഞങ്ങളുടെ കൗല്ല. അങ്ങനെ ഫറജഊയിലേഹി അങ്ങനെ അവർ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നു. വഖാലു ലഹു ദാലിക ഈ മൂത്ത അല്ലെങ്കിൽ ഈ കബീർ പറഞ്ഞതുപോലെ തന്നെ പിതാവിനോട് അവർ പറഞ്ഞു. ഖാല അപ്പം പിതാവ് പറഞ്ഞു ബൽ അല്ല സയ്യനത് ലക്കും അൻഫുസുക്കും നിങ്ങളുടെ സ്വന്തം ചിന്തകൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് അംബ്ര ഒരു കാര്യത്തെ. എന്നിട്ട് ഫഅൽതുമു നിങ്ങൾ അതിനെ ചെയ്യുകയാണ് ചെയ്തത്. ഇത്തഹമഹും ബഹുമാനോട് യാക്കൂബ് നബി അലൈഹി സ്വലം തൻ്റെ മക്കളെയൊക്കെ തെറ്റിദ്ധരിച്ചു. ലിമാ സബക മിൻഹു അവരിൽ നിന്നും മുമ്പേ ഉണ്ടായ ഒന്ന് കാരണത്താൽ മിൻ അമരി യൂസുഫിൻ്റെ കാര്യത്തിൽ അവർ തക്സീർ നടത്തി. അതുപോലെ തന്നെ ഇവിടെയും അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് ആര് തെറ്റിദ്ധരിച്ചു? ബഹുമാനോട് യാക്കൂബ് നബി അലൈഹി സ്വലാം. എന്നിട്ട് പറയാം ഫസബറുൻ ജമീൽ അപ്പോൾ സുന്ദരമായ ക്ഷമയാണ് അതേ ഉള്ളൂ നിവൃത്തിയുള്ളൂ. സബരി അതായത് എൻ്റെ ക്ഷമ സുന്ദരമായ ക്ഷമയാണ്. അപ്പം സബരി എന്നുള്ളത് മുബ്തദ മുഅഖറ അല്ലെങ്കിൽ ഖബർ മുഖദ്ദമാക്കി വെക്കാം. അല്ലാഹു ആയേക്കാം ബിഹിം അവരെയൊക്കെ കൊണ്ടുവന്നേക്കാം ബി യൂസുഫ്
അഹവഹി യൂസുഫിൻ്റെ ഒരു സഹോദരൻ അല്ലെ മൂത്ത സഹോദരൻ അവിടെ മിസ്രിൽ തന്നെ കഴിഞ്ഞുകൂടാണ്. ബിന്യാമീൻ ആണെങ്കിൽ രാജാവിൻ്റെ കസ്റ്റഡി. അപ്പം 3 ആൾക്കാർ, അതാണ് ബിഹിം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരൊക്കെ അള്ളാഹു എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നേക്കാം ജമീ എല്ലാവരെയും. ഇന്നഹു ഹുവൽ അലീമു ബിഹാലി, എൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് വിശാലമായി അറിയുന്നവൻ അള്ള മാത്രമാണ്. അൽ ഹക്കീമു ഫീ സുനി, അവൻ്റെ പ്രവർത്തനത്തിൽ യുക്തിഭദ്രമായി കാര്യങ്ങൾ നടപ്പാക്കുന്നവൻ അവൻ മാത്രമാണ്. വതവല്ല അൻഹും, അവരെയൊക്കെ ഇദ്ദേഹം വിട്ടു. യാക്കൂബ് നബി അലൈഹി സ്വലാം അവരെയൊക്കെ വിട്ടു. താരിഖൻ ഹിതാബ്, അവരോടുള്ള സംസാരം, അവരെ അഭിസംബോധന ചെയ്തുള്ള സംസാരത്തെ ഒഴിവാക്കുന്നവരായ നിലക്ക് അവരിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ സഫ, എൻ്റെ ഖേദമേ. അൽ അലിഫു, ഇവിടുത്തെ സഫാ അഫാ എന്ന അലിഫ് ബദലും മിനൽ യാ ഇലാഫത്തി, ഇലാഫത്തിൻ്റെ യാ ഇനെ തൊട്ട് ബദലായിട്ട് വന്നാണ്, പകരമായി. അതായത് യാ ഹുസ്നി എന്നാണ്. യാ സഫ എന്നുള്ളതിൽ യാ സഫി അഥവാ യാ ഹുസ്നി, എൻ്റെ ദുഃഖമേ എന്നർത്ഥം, എൻ്റെ എന്നർത്ഥം. അല്ല യൂസുഫിൻ്റെ പേരിലുള്ള എൻ്റെ ദുഃഖമേ, യൂസുഫിന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള എൻ്റെ ദുഃഖമേ എന്ന് അദ്ദേഹം പറഞ്ഞു. വബിയല്ലത്ത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും വെളുത്തു. അതായത് ഇൻമഹ സവാദ് ഹുമ, ആ 2ൻ്റെ കറുപ്പ്, ആ 2 കണ്ണിൻ്റെയും കറുപ്പ് മാഞ്ഞുപോയി. വബദല ബയാലൻ, അതെന്തായി പകരമായി, ബയാലിനാൽ. അപ്പോൾ എന്താ, ഈ കറുപ്പ് പോയി വെളുത്തതായി. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. മിംബുക്ക ഇഹി, അദ്ദേഹം കരഞ്ഞത് കാരണത്താൽ. മിനൽ ഹുസ്നി, ദുഃഖം കാരണത്താൽ. യൂസുഫിൻ്റെ മേൽ. ഫഹുവ കലീം, അദ്ദേഹം അപ്പോൾ എന്തായിരുന്നു, കലീമാണ്. മഹ്മൂമിന്, ഹുമ്മ് ബാധിച്ച ആളാണ്, ടെൻഷൻ അടിച്ചു, മനോവ്യഥ. മക്രൂബ്, കർബ്, ദുഃഖം ബാധിച്ച ആളായി. ലാ യുൽഹിറു കർബഹു, എന്നാൽ മക്രൂബുൻ ലാ യുൽഹിറു കർബഹു, തൻ്റെ ദുഃഖത്തെ പ്രകടിപ്പിക്കാത്ത, തൻ്റെ അങ്കലാപ്പ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പറഞ്ഞില്ല. പക്ഷെ ദുഃഖം ഇങ്ങനെ വന്ന് എന്തായി, കണ്ണ് അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാലു തല്ലാഹി, അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സത്യം, ലാ തഫ്തഉ തസാലു. തഫ്തഉ എന്ന് വെച്ചാൽ ലാ തഫ്തു ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മാസാല ആയിക്കൊണ്ടേയിരിക്കുക എന്നാണല്ലോ, നഫീഡ് അതാത്ത് വരുമല്ലോ, അതാണ്. അപ്പം ലാ തഫ്തഉ തസാൽ, അതായത് ലാ തസാൽ, താങ്കൾ ആയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഇവർ പറയാണ് പിതാവിനോട്, താങ്കൾ ആയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. തദ്ക്കറു യൂസുഫ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഹത്താ തക്കൂന ഹറലൻ, ഏതുവരെ, ഹത്താ തക്കൂന, താങ്കൾ ആയി. അങ്ങനെ യൂസുഫിനെ ഓർത്തോർത്ത് താങ്കൾ എന്തായി, ഹറലായി. ഹറലെന്ന് വെച്ചാൽ മുഷരിഫൻ അഹ്ലാക്കി, നാശത്തിൻ്റെ വക്കിലെത്തിയവരായി, നശിക്കാനായി. യൂസുഫിനെ ഓർത്തോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൂടല്ലേ വാപ്പാ എന്ന് പറയാം. ലിത്തൂലി മറദിക്ക, താങ്കളുടെ രോഗം ദീർഘിച്ചത് കാരണത്താൽ. വഹുവ മസ്തറുൻ, അതെന്താണ്, മസ്തറാണ് ഹറല എന്നുള്ളത്. യസ്തവി ഫിഹിൽ വാഹിദു വഗൈറുഹു, അതിൽ വാഹിദും അതല്ലാത്തതൊക്കെ എന്താണ്, സെയിമാണ്. അപ്പം ഇപ്പോൾ ഏകവചനത്തിന് വേണ്ടിയാണ് പറഞ്ഞിരുന്നുള്ളൂ. അല്ലെങ്കിൽ തക്കൂന മിനൽ ഹാലിക്കീൻ, അല്ലെങ്കിൽ താങ്കൾ ഏതുവരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ലാസ്റ്റ് ഒന്നെങ്കിൽ നാശത്തിൻ്റെ വക്കിലെത്തും, അല്ലെങ്കിൽ തക്കൂന മിനൽ ഹാലിക്കിൻ, അല്ലെങ്കിൽ നശിക്കുന്ന ആളുകൾ തന്നെ പെട്ടുപോകും. അൽ മൗത്ത, മരിച്ചു പോകുന്നു. മരിച്ചവരുടെ മയ്യത്തിൻ്റെ ജമ്മാണല്ലോ മൗത്ത. മരിച്ചവരുടെ കൂട്ടത്തിൽ പെടും വരെ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. കാലലഹും, അവരോടായി യാക്കൂബ് അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നമാഷ്കു ബസി, എൻ്റെ ആ പരസ്യമാക്കിയുള്ള ദുഃഖം. ഞാനിപ്പം ദുഃഖം പരസ്യമായി പറഞ്ഞല്ലോ. ഹമ്മൊക്കെ ചിലപ്പോൾ മാനസികമായ വ്യതയായിരിക്കും, അത് പറയലാണ് ബസ്. എന്നാൽ ഞാൻ ഈ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞ് പരാതിപ്പെടുന്നത് ആരോട് മാത്രമല്ല, ആ ഷക്വ, ആ പരാതി ആരോട് മാത്രമാണ്. ഹുവ അലീമുൽ ഹുസ്ൻ, അത് വലിയ ദുഃഖമാണ്. അല്ലാതെ അങ്ങനെ ലാ യസ്ബിറു അലൈഹി, അതിന് മേൽ ക്ഷമിക്കുകയില്ല. ഹൈസു യബുസു ഇലന്നാസ്, ജനങ്ങളിലേക്ക് ബസ് നടത്തുമ്പോൾ, അതായത് ഇങ്ങനെ ടെൻഷനിങ്ങനെ സംസാരിക്കുക, ടെൻഷൻ്റെ സംസാരമാണ് ബസ് എന്നുള്ളത്. അപ്പം ഹത്താ യബുസ ഇലന്നാസ്, അപ്പം ലാ യസ്ബിറു അലൈഹി, അതിൻ്റെ മേൽ ക്ഷമിക്കാൻ കഴിയാത്തത്ര ദുഃഖമാണ് ഏത്, ബസ് എന്നുള്ളത്. അങ്ങനെ ഹത്താ യബുസ ഇലന്നാസ്, അപ്പം ജനങ്ങളിലേക്ക് എന്ത് ചെയ്യും, ആ ദുഃഖം പറയും, ദുഃഖത്തെപ്പറ്റി ഇങ്ങനെ അങ്കലാപ്പ്, വേവലാതിപ്പെടും. ഹുസ്നി, അതാണ് ബസ്. അപ്പം എൻ്റെ ബസ്സും എൻ്റെ ഹുസ്നും എൻ്റെ ദുഃഖവും ഒക്കെ ഇലല്ലാഹി, അള്ളാഹുവിലേക്കാണ് ഞാൻ പരാതിപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറൊരാളിലേക്കും അല്ല. ഫഹുവല്ലദീ തൻഫഉ ശക്വാ ഇലൈഹി. ഫഹുവ, അവനാണ്, അല്ലദീ, എങ്ങനെയുള്ള അവനാണ്, തൻഫഉ ശക്വ ഉപകാരം ചെയ്യും, ഇലൈഹി, അവനിലേക്കുള്ള പരാതിയാണ് ഉപകാരപ്പെടുന്നത്, അങ്ങനെയുള്ളവനാണല്ലോ. അപ്പോൾ ഫഹുവ, അള്ളാഹു അല്ലദീ, യാതൊരുവനാണ്, തൻഫഉ ശക്വ കൊണ്ട് ഉപകാരം ഉണ്ടാകും,
ഇലേഹി അവനിലേക്കുള്ള പരാതിപ്പെടൽ കൊണ്ടാണ് ഉപകാരം ഉണ്ടാകുക. അവനോടാണ് ഞാൻ, വേറൊരാളോടല്ല പരാതിപ്പെടുന്നത്. വാലമു ഞാൻ മനസ്സിലാക്കുന്നു, മിനല്ലാഹി അള്ളാഹു നിന്നും, മാലാ താലമു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, മിൻ എന്തിനാൻ, അന്ന റുയ യൂസുഫ് നബി കണ്ട സ്വപ്നം സിദുക്കുന്നത് സത്യസന്ധമാണ്, ഓഹോ ഹയ്യുൻ അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാര് പറഞ്ഞു? യാക്കൂബ് നബി അലൈഹി സ്വലാം. സുമ്മ കാല പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു,